ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫർമേറ്റീവ് വീഡിയോ എന്നാണ്. എന്നാൽ ഒരു 5 പേരുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇതേ കണ്ടന്റ് നമുക്ക് പിക്സാർട്ടിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ ലൈറ്റ് റൂമിൽ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പിക്സാർട്ടിൽ എങ്ങനെ നമ്മുടെ ഫുൾ ക്ലാരിറ്റിയിൽ ഫോട്ടോ സേവ് ചെയ്തെടുക്കുക, അതായത് HDയിൽ ഫോട്ടോ സേവ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് നോട്ടിഫിക്കേഷന് എത്തുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പിക്സാർട്ടിൽ നിന്ന് ഫുൾ ക്ലാരിറ്റിയിൽ ഫോട്ടോ സേവ് ചെയ്യാം. ഏകദേശമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ലൈറ്റ് റൂമിനെ പോലെ ഫുൾ MBയിൽ ഫോട്ടോ ഇതിനകത്ത് സേവ് ആകത്തില്ല. അപ്പം പിക്സാർട്ടിൽ നമ്മൾ എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്താലും അതിൻ്റെ MB ഏകദേശം അതിൻ്റെ പകുതിയായിട്ട് തന്നെ കുറയും. അപ്പം ക്ലാരിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ സേവ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ആഡ് ടു പിക്സാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പിക്സാർട്ടിലേക്ക് ഫോട്ടോ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എഡിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ കിടപ്പുണ്ട് lensworld, ടിക്ക് കൊടുത്തു. ഇനി ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ എനിക്കൊന്ന് മാറ്റണം. അപ്പം ഞാൻ നേരത്തെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്തിട്ട കുറച്ച് ഫോൺസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. ഇതാണ് കൊള്ളാവുന്നത്. അപ്പം നമ്മുടെ നടുക്കത്തെ ഇതാണ് കുറച്ചുകൂടെ സൂപ്പർ ഫോണ്ട്. അപ്പോൾ lensworld ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ടിക്ക് കൊടുത്തു. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യുന്നത്, അപ്പം നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കിടക്കുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരിട്ട് സേവ് കൊടുക്കും. അപ്പം നമ്മുടെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി ക്ലാരിറ്റിയിൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇവിടെ കിടക്കുന്ന ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഡ്രോ കൊടുക്കുക. എന്നിട്ട് ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമ്മുടെ ഫോട്ടോ സേവ് ആക്കാൻ പറ്റും. ഇപ്പോൾ 2 ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഈ ഇപ്പോൾ സേവ് ചെയ്ത ഫോട്ടോസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 2 ഫോട്ടോസ് ഗാലറിയിൽ സേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ആദ്യത്തെ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ MB ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ 4.45 MBയുടെ ഫോട്ടോയാണ്. മറ്റേ ഫോട്ടോയുടെ MB എന്ന് നോക്കുമ്പം ഇതിൻ്റെ MB എന്ന് പറയുന്നത് 1.81 MBയാണ്. അപ്പം നമ്മൾ സേവ് ഇമേജ് ഡ്രോ ഓപ്ഷൻ എടുത്ത് സേവ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ 8 MB ഉള്ളതായിരുന്നു. ഇന്നത്തെ ഫോട്ടോ നമ്മുടെ 8 MB ആയിരുന്നു. അപ്പോൾ ഞാൻ 8 MB ഉള്ള ഫോട്ടോ 2 രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി സേവ് ചെയ്തപ്പോഴത്തേക്ക് 4 MB ആയിട്ട് നമുക്കത് ഫോട്ടോ കിട്ടി. സാധാ നോർമലായിട്ട് സേവ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഫോട്ടോയുടെ MB എന്ന് പറയുന്നത് 1 MB ആയിട്ട് മാറി. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.